ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു പ്രിയ പാഷൻ ആൻഡ് റിലാക്സേഷൻ. ഇന്ന് ഞാനൊരു പ്രോട്ടീൻ പൗഡറാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് മിക്സാക്കി പാലിൻ്റെ കൂടെ എങ്ങനെ മിക്സാക്കിയിട്ട് കുടിക്കാം. ഏത് ഏജിലുള്ളവർക്കും കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പൗഡറാണ് ഉണ്ടാക്കുന്നത്. പൗഡറാക്കി നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ ആവശ്യം പോലെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏജ്ഡ് ആയ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് പല ലാബിലുള്ള പേരൊന്നും ഞാൻ പറയുന്നില്ല, പലതരത്തിലുള്ള ടിന്നിൽ ഇങ്ങനെ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ട് ഹെൽത്ത് ബെറ്റർ ആവും, അല്ലെങ്കിൽ പ്രോട്ടീൻ ഗെയിൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മസിൽ ഗെയിൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുമുണ്ട്. പക്ഷേ അതിലൊക്കെ എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളതെന്നോ അതിലെന്തൊക്കെയാണ് ഉള്ളതെന്നോ നമുക്കറിയില്ല. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വാങ്ങിയിട്ട് കൊടുക്കാറാണ് പതിവ്. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സേഫ് ആയിട്ട് നമുക്ക് വിശ്വസിച്ച് തന്നെ നമ്മുടെ പേരൻസ് ആയാലും കുട്ടികൾക്കാണെങ്കിലും നമുക്ക് തന്നെയാണെങ്കിലും കഴിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൗഡറാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ എല്ലാം ഒരു 100 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അല്ല, നിങ്ങൾക്ക് മെയിൻ മെഷീനോ കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണെങ്കിൽ കപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. കപ്പിൻ്റെ അളവിൽ എടുത്തിട്ട് ചെയ്താൽ മതി. ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കാം. കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫംഗസോ അങ്ങനെയൊക്കെ വന്നിട്ട് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സൗകര്യം പോലെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാം. വാ, നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബദാം 100 ഗ്രാം മെഷർ ചെയ്തെടുക്കാം. ബദാം എടുത്തു. ഇനി ഇതാ പംകിൻ സീഡ്, നമ്മുടെ മത്തൻ്റെ സീഡാണ്, അതും 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അടുത്തത് കറുത്ത എള്ളാണ്, അതും ഒരു 100 ഗ്രാം എടുക്കാം. കറുത്ത എള്ള് ഗുണം കൂടുതലെന്ന് വെച്ചിട്ടാണ് കറുത്ത എള്ള് എടുത്തിട്ടുള്ളത്. വെളുത്ത എള്ളും എടുക്കാം. വെളുത്ത എള്ള് എടുക്കുമ്പോൾ നമുക്ക് പൗഡർ കുറച്ചൊരു വെളുത്ത കളറിലായിട്ട് കിട്ടും. കറുത്ത എടുത്തുകൊണ്ട് നമ്മൾ കറുത്ത ഒരു ഷെയ്ഡിലാണ് പൊടി കിട്ടുന്നത്. പിന്നെ ഒരു 25 ഗ്രാം ബാസിൽ സീഡ്സും എടുത്തിട്ടുണ്ട്. 100 ഗ്രാം കാഷ്യൂ, 100 ഗ്രാം വാൾനട്ട്. ഇതൊക്കെ നമുക്ക് ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് എല്ലാം ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് കാഷ്യൂ ഇടാം. കരിയാതെ ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കൂടുതൽ നമ്മൾ ഫ്രൈ ആക്കുമെന്നൊന്നുമില്ല. ഇത് നമുക്കിനി മാറ്റാം. നെക്സ്റ്റ് വാൾനട്ട് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതെല്ലാം ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ ആ ഒരു സ്മെല്ലിൻ്റെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് ഓഫാക്കിയാൽ മതി. കൂടുതൽ മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇനി പംകിൻ സീഡാണ്. ഇത് പൊട്ടി തുടങ്ങുന്നുണ്ട്, മാറ്റി വെക്കാം. എള്ളിടാം. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഒരു സ്റ്റോറി വായിച്ചിട്ടില്ലേ, പയർ വറുത്തിട്ടില്ലാതായ പോലെ. അങ്ങനെ പൊട്ടിത്തെറിച്ച് പോകരുത്, ശ്രദ്ധിച്ച്. ഇടക്ക് ഇളക്കിക്കൊണ്ടിരുന്ന് മാറ്റി വെക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പാത്രം നല്ല ചൂടായതുകൊണ്ട് ആ ചൂടിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ.
ചെറിയ സീഡ്സ് ആണ്. അപ്പോൾ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ചൂടാക്കി എടുക്കാം. എല്ലാം ഇതുപോലെ ചൂടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നട്ട്സ് വേണമെങ്കിൽ ഒന്ന് വലിയ നട്ട്സൊക്കെ ചെറുതാക്കി എടുക്കാം മിക്സിയിലിടുന്നതിന് മുന്നേ. പിന്നെ തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിടാം. അത്ര സമയം ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ വെച്ച് നന്നായി തണുത്തിട്ട് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് ഇതുപോലെ ചെറുതായി പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സിയിലിടുമ്പോൾ പൊടിക്കാൻ കൂടുതൽ ഈസിയാവും. ഓരോന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ ബദാം സെപ്പറേറ്റ് ആയി പൊടിച്ചെടുത്തു. ഇതാ ബദാം ഈ ഒരു പരുവത്തിൽ പൊടിച്ചിട്ടുണ്ട്. കാഷ്യൂ വാൾനട്ടും ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോൾ തന്നെ നമുക്കിത് പൊടിഞ്ഞു കിട്ടും. ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇടാം. കാഷ്യൂവും വാൾനട്ടും രണ്ടിലും ഓയിൽ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാവും. ഇത് നമുക്ക് ലാസ്റ്റിൽ നന്നായി മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ബാക്കിയുള്ളത് എള്ളാണ്. പിന്നെ നമ്മുടെ ബാസിൽ സീഡും, അത് രണ്ടും നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് പൊടിക്കും. മിക്സാക്കി യോജിപ്പിച്ചിട്ട് ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്യാം. കുറേ നാളത്തേക്കൊക്കെ കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അല്ല നമുക്ക് ഡെയിലി എടുക്കുന്നതാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ നമുക്ക് പുറത്ത് ഫ്രിഡ്ജിന് വെക്കണമെന്നൊന്നുമില്ല, പുറത്ത് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രിപ്പറേഷൻ പാലിൽ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അല്ലെങ്കിൽ വീഡിയോ കുറേ ലെങ്തി ആയി പോവും. ഇത് ജസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സ്പൂണൊക്കെ മിക്സ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കാനും പറ്റും. ഡ്രിങ്ക്സ് ആയിട്ട് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. എന്തായാലും പ്രോട്ടീൻ നമുക്ക് ബോഡിയിലേക്ക് എത്തണം എന്നല്ലേ ഉള്ളൂ. നമ്മുടെ പ്രോട്ടീൻ പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇതാ, ഇത് പലതരത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. മുന്നേ പറഞ്ഞ പോലെ പാല് മിക്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെയും ഇതാ ഇതുപോലെ വെറുതെ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കുമ്പോഴും. പക്ഷേ എങ്ങനെയാ മിക്സ് ആക്കിയിട്ട് പാലിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് എങ്ങനെയാണ് കഴിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ ലെങ്തി ആയി പോവും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്, പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.